നന്ദിനി, പ്രോബ്ലംസ് എല്ലാം അവസാനിച്ചില്ലേ? പിന്നെ എന്തിനാ കരയുന്നേ? അച്ഛൻ തന്നോട് സോറി പറഞ്ഞില്ലേ? പിന്നെ എന്താ? എന്നാലും എന്നോട് ഇങ്ങനെ ആരാ ചെയ്ത സർ? സാറിന്റെ കമ്പനിയിലെ ചെക്ക് ഞാൻ മോഷ്ടിച്ചെന്ന് വരിക, അതിന്ന് പ്രിയങ്കയുടെ അഡ്മിഷന് പണം പോവുക. അത് അന്വേഷിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? തനിക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട് സർ. എനിക്ക് വേണ്ടി വേറെ ആരും ഇങ്ങനെ സംസാരിക്കില്ല. ഞാനിപ്പോ ഒറ്റപ്പെട്ട സാറ് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. നന്ദിയുണ്ട് സർ. എടോ, ഞാൻ തനിക്ക് എന്ത് വലിയ കാര്യമാണ് ചെയ്തേ? എന്നിട്ട് എങ്ങനെയൊക്കെയാണ് പറയുന്നത്? പിന്നെ അതെ, അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ താൻ എന്താ പറയാറ്? അച്ഛൻ തനിക്ക് ദൈവത്തെ പോലെയാണ്, മനസ്സുകൊണ്ട് കാൽക്കൽ വീഴാറുണ്ട് എന്നൊക്കെയല്ലേ? അതുപോലെ എന്നെ തനിക്ക് പോഴ്ത്തിയാലെന്താ? അല്ല, എന്താ എനിക്കത് കേട്ടാൽ? സാറിന് ഞാൻ എങ്ങനെ പുകഴ്ത്താനാ? ഞങ്ങളെ ഈ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്താലേ അവര് ഹഗ് ചെയ്യും. എന്ന് വെച്ചാ ഒന്ന് കെട്ടിപ്പിടിക്കും. അല്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? അല്ല, തനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറഞ്ഞാൽ എന്താ? ഇല്ലേ? അതെ, ഞാൻ ചെയ്തത് നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മതി. കാര്യം നല്ല തന്നെയാ, എന്നാലും അതെങ്ങനെ? എടോ, താൻ എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. വാ, ഹഗ് മീ. അപ്പൊ താനൊന്ന് റിലാക്സ് ആവും. Come on, Nandini. Come on. Come on. Come on. വാ. സൂര്യ സാറേ, സൂര്യ സാറേ, സൂര്യ സാറേ. എന്താ രാജു സാറേ? അല്ല, സൂര്യ സാറിനുള്ള ഫുഡാ. സാറിന് താഴെ വന്ന് കഴിക്കില്ലെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തത്. ഓ, എന്തൊരു സ്നേഹം! അത് കൃത്യസമയത്ത് തന്നെ അങ്ങ് സ്നേഹിച്ചു കളഞ്ഞല്ലോ. ഒന്നുമില്ല, പോയി തൊലൈ. സാറേ, മുഴുവനും കഴിക്കണേ സാറേ? കഴിച്ചോളാം. ആ ഫ്ലോ അങ്ങ് പോയി അല്ലേ? താൻ ഭക്ഷണം കഴിച്ചില്ല? എനിക്ക് വേണ്ട സർ. അത് പറഞ്ഞാൽ പറ്റില്ല. കഴിക്കുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കഴിക്കുന്നു, കേട്ടല്ലോ? കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കഴിക്കുന്നില്ല. ഓക്കെ? അതാണ്. ഓക്കെ, കഴിച്ചോ. ഈ ഷെയറിംഗ് എന്ന് പറഞ്ഞാലേ വല്ലാതൊരു ഫീലാണ് നന്ദിനി. ഇനി എനിക്ക് മതി, സാറ് കഴിച്ചോ. ഇതിൽ അവസാനം ഒരു വറ്റ് വന്നാൽ പോലും നമ്മളത് ഷെയർ ചെയ്യും. ഷെയറിംഗ് മീൻസ് കെയർ. തന്നെ കെയർ ഞാനുണ്ടോ?